കലാരവം ഇന്റർവ്യൂയിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ ഇന്ന് പരിചയപ്പെടുത്തുന്നത് മലയാളി ഹൃദയങ്ങളെ കീഴടക്കിയ ഒരു ഗ്രാമീണ കവിതയുണ്ട്. അതിൻ്റെ ഒരു രണ്ടുപേര് ഞാൻ ഇവിടെ ചെല്ലാം. ഒരു കുടം തണ്ണീരുമൊക്കത്തു വെച്ചൊര കരിമുകിൽ പെൺകൊടി എങ്ങു പോയി. ഈ കവിത കേൾക്കുമ്പോൾ തന്നെ ഏവർക്കും മനസ്സിലാക്കാൻ പറ്റും ഈ കവിത പാടിയിട്ടുള്ള വ്യക്തിയെ. കാരണം ആ കവിത കേൾക്കുമ്പോൾ തന്നെ നമുക്ക് ആ ഒരു ഗ്രാമീണ ഭംഗി മനസ്സിലേക്ക് നുകർന്നു തരുന്ന ഒരു കവിതയായിരുന്നു അത്. ആ കവിതയിലൂടെയാണ് ഞാൻ ആ വ്യക്തിയെ പരിചയപ്പെടുന്നത് മനസ്സുകൊണ്ട്. ആ കവിത ജനഹൃദയങ്ങളിൽ കയറിയ അല്ലെങ്കിൽ അത് പാടി കേറ്റിയ ഒരു വ്യക്തിയായിട്ടുള്ള ശ്രീമതി ഇന്ദുലേഖ വാര്യരെയാണ് ഞാൻ ഇന്ന് പരിചയപ്പെടുത്തുന്നത്. നമസ്കാരം. ഞാൻ ആദ്യമായിട്ട് ഈ കവിതയെ കൂടെയാണ് ഞാൻ ഇന്ദുവിനെ മനസ്സിലാക്കുന്നത്. ആ കവിത എന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു ഫീലായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ സിനിമയിലൊക്കെ പാടാനുള്ള ഒരു അവസരം കിട്ടി. അതിനു മുമ്പേ പാടിയിട്ടുണ്ട് അല്ലെ? ഇതിപ്പോ ഒരു 2019 ഈ കവിത ഞാൻ ചെയ്തത് അപ്പോഴാണ്. പക്ഷെ ഒരുപാട് ആൾക്കാരുടെ മനസ്സിൽ ആ കവിത ഉണ്ട്. ഗ്രാമീണ ഭംഗിയെ ശരിക്ക് എടുത്തു കാണിക്കുന്ന ഒരു കവിത. അതെ അതെ, കവിത ഭാസ്കര മാഷുടെയാണ്. അതിന്റെ ആ ഒരു ഫീല് ഉൾക്കൊണ്ടത് ആ കവിത കേൾക്കുമ്പോ, കാരണം എല്ലാവരുടെയും മനസ്സിലേക്ക് അത് കേൾക്കാനൊരു ഇടവരുത്തിയത് എനിക്ക് തോന്നുന്നു ഇന്ദു ആയിരിക്കും. അതൊരുപാട് വാട്സാപ്പ് ഫോർവേഡുകൾ പോയിട്ടുള്ള കവിതയാണ്. എനിക്ക് തന്നെ കുറെ പേര് പല ഗ്രൂപ്പുകളിൽ നിന്ന് കിട്ടിയിട്ട് ഇങ്ങനെ അയച്ചു തരാറുണ്ട്. അപ്പൊ എങ്ങനെയാണ് ഇപ്പോ ജയരാജ് വാര്യരുടെ മകളാണ്, ചെറിയ കുട്ടി മുതലേ പാട്ട് ആയിട്ട് വന്നതാണോ? എങ്ങനെയാണ് ഇപ്പൊ ഈ ഒരു ഇതിലേക്ക് വന്നത്, മേഖലയിലേക്ക്? പാട്ട് ചെറുപ്പം മുതലേ ഉണ്ട്. പാട്ട് കേട്ട് തുടങ്ങിയത് ഞാൻ ഓർമ്മ വെക്കണേക്കാൾ മുന്നേ കേട്ട് തുടങ്ങിയിട്ടുണ്ടാവും. അച്ഛനും അമ്മയും പാട്ട് ഇങ്ങനെ സ്ഥിരം വെക്കുന്ന ആളുകളാണ്. അച്ഛൻ സ്ഥിരം പാടുന്ന ആളാണ്. അപ്പൊ പാട്ട് ആ ഒരു ബ്ലഡിലുണ്ട്. പിന്നെ കർണാട്ടിക് പഠിച്ചു. ഒരു 3ാം ക്ലാസ്സിലൊക്കെ ആയപ്പോൾ കർണാട്ടിക് പഠിച്ചു തുടങ്ങി. അമ്മയാണ് അതിന് പ്രോത്സാഹിപ്പിച്ച് അയച്ചത്. ഞാൻ ഭയങ്കര മടിച്ചായിട്ടുള്ള ഒരാളായിരുന്നു. അതിപ്പോ കുറെ പേർക്ക് അങ്ങനെ ആയിരിക്കുമല്ലോ, ചെറുപ്പത്തില് ഭയങ്കര മടിയായിരിക്കും പാട്ടൊക്കെ പഠിക്കാൻ. എനിക്ക് കുറെ വർഷങ്ങൾ അങ്ങനെയായിരുന്നു. പക്ഷെ ആ ഒരു ബേസിലാണ് പിന്നീടുള്ള എല്ലാം പാടാൻ പറ്റുന്നതൊക്കെ. അങ്ങനെ കർണാട്ടിക് പഠിച്ചിരുന്നു. പിന്നെ സ്കൂൾ യൂത്ത് ഫെസ്റ്റിവൽസിൽ പങ്കെടുത്തിരുന്നു. സ്റ്റേജിലൊക്കെ പാടാൻ തുടങ്ങിയത് കുറെ കഴിഞ്ഞിട്ടാണ്. 2008 ഒക്കെ ആയി. ഞാൻ 10th ഒക്കെ കഴിഞ്ഞിട്ടാണ് സ്റ്റേജിലൊക്കെ പെർഫോം ചെയ്യാൻ തുടങ്ങിയത്. പിന്നെ സ്റ്റേജ് പ്രോഗ്രാംസ് ഇപ്പോഴും ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നു. പിന്നെ 2014 ആദ്യമായിട്ട് പ്ലേ ബാക്ക് പാടുന്നത്. അങ്ങനെയാണ് എൻ്റെ പാട്ടിൻ്റെ ഒരു ജേണി. കഥകളി സംഗീതം പഠിച്ചിരുന്നു. ഞാൻ കോളേജ് സമയത്താണ് കഥകളി സംഗീതം പഠിച്ചത്, നെടുമ്പള്ളി രാമോഹൻ സാറിൻ്റെയും മീര ടീച്ചറുടെ അടുത്ത്. പാട്ട് ഒരുപാട് പേരുടെ കീഴിൽ പഠിച്ചിട്ടുണ്ട്. കുറേ കാലം അടുപ്പിച്ച് പഠിച്ചത് തിരുവില്ലാമല ജയറാം സാറിൻ്റെ അടുത്താണ്. പിന്നെ മങ്ങാട് നടേശൻ മാസ്റ്ററുടെ അടുത്ത് പഠിച്ചിരുന്നു. ഇപ്പോ ഹിന്ദുസ്ഥാനി പഠിക്കുന്നുണ്ട്, അഭ്രതിത ബാനർജി എന്ന് പറഞ്ഞ മാമിന്റെ അടുത്ത്, ഓൺലൈനായിട്ടാണ്. അപ്പൊ ശരിക്കും ഇന്ദുവിന്റെ ആഗ്രഹം ഒരു പാട്ടുകാരി ആവാൻ തന്നെയാണോ? എനിക്ക് മീഡിയ ആണ് എൻ്റെ എന്നത്തെയും ഇഷ്ടമുള്ള കാര്യം. ഞാൻ ഓഫീസിൽ പോയി ജോലി ചെയ്യുമ്പോൾ എത്രത്തോളം സാറ്റിസ്ഫൈഡ് ആവും എന്നുള്ളതിലൊക്കെ എനിക്ക് ഭയങ്കര കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. പക്ഷെ പാട്ട് മാത്രം കൊണ്ട് ജീവിക്കാൻ പറ്റുമോ, അതിനുള്ളൊരു കാലിബർ എനിക്കുണ്ടോ, അതിനുള്ള ഓപ്പർച്യൂണിറ്റീസ് കിട്ടുമോ എന്നൊന്നും എനിക്കൊരു ഐഡിയ ഉണ്ടായിരുന്നില്ല. അപ്പൊ എൻ്റെ ഫസ്റ്റ് പ്രയോറിറ്റി ജോലി ചെയ്തുകൊണ്ട് പാട്ട് മുന്നോട്ട് കൊണ്ടുപോവാ, സൈഡായിട്ട്. അങ്ങനെ ആയിരുന്നു ഈ അടുത്ത കാലം വരെ, ഒരു 1 year മുമ്പ് വരെ. കാരണം 1 year മുമ്പ് വരെ ഞാൻ എന്നിൽ ഫുള്ളി കോൺഫിഡന്റ് അല്ലായിരുന്നു. എനിക്കിപ്പം ജോലി ചെയ്യാം, അതിൻ്റെ ഇടയിൽ പ്രോഗ്രാം ചെയ്യാം, റെക്കോർഡിങ് ചെയ്യാം, അങ്ങനെ ഒരു എപ്പോഴും ഒരു സെക്യൂർഡ് ആയിട്ട് ഇരിക്കണം എന്നുള്ള ഒരു സ്റ്റേറ്റ് ഓഫ് മൈൻഡ് ആയിരുന്നു എൻ്റെ. പിന്നെ 2-3 സ്ഥലത്ത് വർക്ക് ചെയ്തപ്പോൾ എനിക്ക് മനസ്സിലായി ഇത് എല്ലാം കൂടി എന്നെ കൊണ്ട് ശരിയാവില്ല. ഒന്നും പെർഫെക്റ്റ് ആയിട്ട് ചെയ്യാൻ പറ്റില്ല. ജോലിക്ക് പോവുകയാണെങ്കിൽ നമ്മൾ അവിടെ 100%, 101% ഞാൻ കൊടുക്കും. അപ്പോൾ വർക്ക് ഫ്രം ഹോം ആയിരുന്നു. അപ്പം പക്ഷെ ഇതും കൂടി വരുമ്പോൾ ചിലപ്പോൾ ഞാൻ ഇതിലായിരിക്കും കോംപ്രമൈസ് ചെയ്യുക. കാരണം നമ്മളൊരു അതോറിറ്റിയുടെ അണ്ടറിൽ നിൽക്കുമ്പോൾ നമ്മൾ ഒരിക്കലും അത് കോംപ്രമൈസ് ചെയ്യാൻ പാടില്ല. ഇതാവും ചിലപ്പോൾ ഞാൻ ഒരു റെക്കോർഡിങ് മാറ്റി വെച്ചേക്കാം, അല്ലെങ്കിൽ ഒരു സ്റ്റേജ് ഷോ മാറ്റി വെച്ചേക്കാം. അപ്പം അങ്ങനെ മാറ്റി വെക്കേണ്ട ഒന്നല്ല എന്നെനിക്ക് തോന്നി. പിന്നെ ഒരു ഇങ്ങനെ കടലിലേക്ക് എടുത്ത് ചാടണ പോലെ ഇത് മാത്രം മതി എന്ന് വിചാരിച്ച്
ഇപ്പൊ 1 year ആയി, ദൈവാനുഗ്രഹത്താൽ കുഴപ്പമില്ലാണ്ട് ഇങ്ങനെ പോകുന്നു. ജോലിയേക്കാൾ ഞാനിപ്പം കംഫർട്ടബിൾ ആയി എൻജോയ് ചെയ്തു പോകുന്നു. സ്വന്തമായിട്ട് കമ്പോസ് ചെയ്യുന്നുണ്ട്? കമ്പോസ് ചെയ്യാൻ വെച്ചാൽ റാപ്പ് ഞാൻ സ്വന്തമായിട്ടാണ് എഴുതി, അത് എല്ലാവരും റാപ്പ് സ്വന്തമായിട്ടാണ് ചെയ്യുക. പിന്നെ ഷോസ് ചെയ്യും, യൂട്യൂബിൽ ഞാൻ ആക്റ്റീവ് ആണ്, വ്ളോഗ്സ് ചെയ്യുന്നുണ്ട്, കവിതകൾ ചെയ്യുന്നുണ്ട്. അങ്ങനെ എന്റേതായിട്ടുള്ള ഒരു ലൈനിൽ പോകുന്നു. ഈ മോന് ഭക്ഷണം കൊടുക്കാനൊക്കെ നമ്മള് കാണുന്നുണ്ടല്ലോ പാട്ട് പാടിയിട്ട്, അത് ഇന്ദുവിന് കുട്ടിക്കാലത്ത് അമ്മ അങ്ങനെയാണോ ചെയ്തിട്ടുണ്ടായിരുന്നത്? എന്തുകൊണ്ടാണ് അതിലേക്കുള്ളൊരു ഇത്? അമ്മ ഒബ്വിയസ്ലി അത് തന്നെയായിരിക്കും ചെയ്തിട്ടുണ്ടാവുക. എനിക്ക് അമ്മ വായിൽ ചോറ് തരണമെന്ന് എനിക്ക് ആകെ കൂടി ഒരു മെമ്മറി ഉള്ളൂ. കാരണം ഞാൻ ഒരു 2.5 വയസ്സാകുമ്പോഴേക്കും തന്നെ, 2-3 ആകുമ്പോഴേക്കും തന്നെ ഞാൻ തന്നെ കഴിച്ചു തുടങ്ങി എന്ന് ഇവര് പറയണു. അതായിരിക്കും എനിക്ക് അങ്ങനെ ഒരു സ്ഥിരമായ അമ്മ ചോറ് വായിൽ, അമ്മയ്ക്ക് അത് തീരെ ഇഷ്ടമില്ലാത്ത കാര്യമാണ് ചോറ് വായിൽ കൊടുക്കുക എന്നുള്ളത്. കാരണം സെൽഫ് സഫീഷ്യന്റ് ആയാൽ തന്നെ കഴിക്കണം എന്നാണ് അമ്മയുടെ ഒരു ഇത്. എനിക്കൊരു വളരെ വേഗമായിട്ടുള്ളൊരു മെമ്മറി ഉള്ളത് അച്ഛൻ്റെ അവിടെയാണ് ഞങ്ങൾ താമസിച്ചിരുന്നത്, അച്ഛൻ്റെ തറവാട്ടില്. അവിടെ വീടിന്റെ പടിഞ്ഞാപ്പുറത്തിരുന്ന് അമ്മ ഇങ്ങനെ ചോറ് തരണത് എനിക്ക് ഓർമ്മയുണ്ട്. മുറ്റത്ത് നോക്കിയിരുന്ന് കഥ പറഞ്ഞിട്ടാണ് അമ്മ ചോറ് തരണേ. അപ്പം അത് മാത്രമേ എൻ്റെ ഓർമ്മയിലുള്ളതുള്ളൂ. പിന്നെ അമ്മമ്മ ഭയങ്കര നല്ല സ്റ്റോറി ടെല്ലറാണ്. അമ്മമ്മയുടെ കുറെ കഥകൾ ഞാനിപ്പോ മോനെയും കൂടി കേൾപ്പിച്ച് ഞാൻ അതും വീഡിയോ എടുത്തിട്ടുണ്ട്, റെക്കോർഡാക്കിയിട്ടുണ്ട്. അതൊന്നും നമുക്ക് പിന്നീട് കിട്ടണമല്ലോ. അപ്പം ഞാൻ അത് ക്യാപ്ചർ ചെയ്തു. അപ്പൊ അമ്മമ്മ വളരെ നല്ല സ്റ്റോറി ടെല്ലറാ. ശരിക്കും എൻ്റെ ഒരു മനസ്സിലുള്ള ഒരു അമ്മമ്മ, നമുക്ക് നമ്മുടെ മനസ്സിലുണ്ടാവില്ല ഒരു കോൺസെപ്റ്റ്. അപ്പൊ അമ്മമ്മയുടെ കഥകളാണ് എൻ്റെ കുറെ മനസ്സിലുള്ളത്. അച്ഛൻ ഒബ്വിയസ്ലി അച്ഛനെ പക്ഷെ ഊണ് കഴിക്കാന് കഥ പറയാനൊന്നും കിട്ടിയിട്ടില്ല. ഇപ്പോഴും ബിസിയാണ്. അപ്പം അമ്മമ്മയുടെയും ഒരു ഇൻഫ്ലുവൻസ് ഉണ്ട് എനിക്ക് കഥ പറയാൻ. പിന്നെ അതങ്ങനെ അതൊരു വേണമെന്ന് വെച്ച് എടുത്ത എഫേർട്ട് ആണോ എന്ന് ചോദിച്ചാൽ അറിയില്ല. ഞാൻ അങ്ങനെ വേറൊരു ഓപ്ഷനെ പറ്റി ചിന്തിച്ചിട്ടില്ല. അവന് ഭക്ഷണം കൊടുക്കുമ്പോ പാട്ട് കഥ അതെ, അത് എനിക്ക് തോന്നുന്നു ഒരു 6 months നമ്മള് ചോറൊക്കെ കൊടുത്തു തുടങ്ങിയപ്പോ മുതലേ, കുറുക്കൊക്കെ കൊടുത്തു തുടങ്ങിയപ്പോ മുതലേ അത് തന്നെയാണ്. അപ്പൊ പിന്നെ അതിന്ന് മാറാൻ ഞാൻ സമ്മതിച്ചിട്ടില്ല. ഇപ്പൊ മോൻ എത്ര വയസ്സായി? അവൻ 2.5. അപ്പൊ ഭക്ഷണത്തിന്റെ സമയമായ അമ്മ പാട്ട് പാടൂ, കഥ പറയൂ, അങ്ങനെ അതേ അവനെ അറിയുള്ളൂ. അപ്പൊ പിന്നെ റൂട്ടീൻ അതായത് കൊണ്ട് ആളും പാട്ട് പാടും. അവൻ കുറേശ്ശൊക്കെ തുടങ്ങി വെച്ചിട്ടുണ്ട്. അതെ, വരിയൊക്കെ അറിയാം, ബാക്കി കണ്ടറിയണം. റാപ്പ് എഴുതാനൊക്കെ ഉണ്ടായിട്ടുള്ള ഒരു സാഹചര്യം എങ്ങനെയാണ്? റാപ്പ് ഞാൻ 2020-ലാണ് റാപ്പൊക്കെ കോവിഡ് സമയത്താണ് ചെയ്തു തുടങ്ങിയത്. അത് കോവിഡ് ഒരു വലിയൊരു കാരണമാണ്. നമ്മൾ അടച്ചുറച്ചിരുന്ന ഒരു കാലമാണ്. അങ്ങനെയാണ് ഞാൻ എഴുതി തുടങ്ങിയത്. അടച്ചുറച്ച വീട്ടിനുള്ളിൽ എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ എഴുതി തുടങ്ങിയത്. അതൊരു ട്രിഗറായി എന്ന് മാത്രം. കാരണം കുറെ കാലമായിട്ട് ഞാൻ ചെയ്യണം എന്ന് വിചാരിച്ചൊരു കാര്യമാണ്. പിന്നെ ഞാൻ ചെയ്യുകയാണെങ്കിൽ എനിക്ക് പറയാനുള്ളത് കൂടുതലും സ്ത്രീകളെ സംബന്ധിച്ച വിഷയങ്ങളാണ്, സ്ത്രീകളുടെ സ്ട്രഗിൾസ് ആണ്. അപ്പൊ അതങ്ങനെ സംഭവിച്ചു. ഇപ്പോഴും അതെന്തുകൊണ്ടാണ് അങ്ങനെ തോന്നിയത്? നമ്മളുടെ എക്സ്പീരിയൻസസ്, നമ്മൾ കേൾക്കുന്ന എക്സ്പീരിയൻസസ്, അമ്മ പറയുന്ന എക്സ്പീരിയൻസസ്, ഫ്രണ്ട്സ് പറയുന്നത്, അതൊക്കെ എൻ്റെ ഉള്ളില് പണ്ടും ഒരു ചെറുതിലെ മുതലേ എൻ്റെ ഉള്ളിൽ ഒരു സ്ത്രീപക്ഷ ചിന്ത തന്നെയാണ്. ഒരു ഫെമിനിസം എൻ്റെ ഉള്ളിൽ എവിടെയോ ഉണ്ട്. അതെങ്ങനെയാ അറിഞ്ഞൂടാ. ഇതൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഉള്ളിൽ ഉണ്ടായതായിരിക്കും. പണ്ടേ കുറെ ചോദ്യങ്ങൾ എൻ്റെ ഉള്ളിലുള്ള, അതായത് ഒരു ഫീമെയിൽ ഓറിയന്റഡ് ചോദ്യങ്ങൾ കുറെ എൻ്റെ ഉണ്ടായിരുന്നു. അതൊന്നും ചോദിക്കാനുള്ള പ്രായം പലപ്പോഴും ആയിണ്ടായിരുന്നില്ല. കാരണം കല്യാണം കഴിഞ്ഞ് വിടുക, കല്യാണം കഴിപ്പിച്ച് അയക്കുക, പിന്നെ പേര് മാറ്റുക കല്യാണത്തിന് ശേഷം, ഇതൊക്കെ ഞാൻ എന്നും വളരെ അത്ഭുതത്തോടെ എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കണേ എന്ന് നോക്കിയിരുന്ന ആളായിരുന്നു ചെറുപ്പത്തിലെ. ഇപ്പോഴും എന്നോട് എങ്ങടെ കല്യാണം കഴിച്ച് വിട്ടേക്കണേ അങ്ങനെയൊക്കെ ചോദിക്കുക, എവിടേക്കാ കൊടുത്തിരിക്കണേ. അപ്പൊ ഞാനിങ്ങനെ മനസ്സിൽ ചോദിക്കുക, എന്തുകൊണ്ടാണ് ഇങ്ങനെ കൊടുക്കുക എന്ന് പറഞ്ഞാൽ എന്തൊരു കൊമോഡിറ്റി പോലെ, ഒരു വസ്തുവിനെ കൊടുക്കണ പോലെയൊക്കെ എന്തുകൊണ്ട് സ്ത്രീ അങ്ങനെ ആയി പോകുന്നു? എന്തുകൊണ്ടാണ് രാവിലെ എഴുന്നേറ്റ് സ്ത്രീ തന്നെ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്? എഴുന്നേറ്റ് എന്തുകൊണ്ടാണ് അടുക്കളയിൽ തളയ്ക്കപ്പെട്ടിട്ടുള്ളത്? ഇതൊക്കെ ചെറുപ്പത്തിലേ എൻ്റെ മനസ്സിലുള്ളതാണ്. അത് എഴുതാനുള്ള ഒരു പ്രായമായപ്പോൾ അത് തന്നെ ഇറ്റ് ജസ്റ്റ് ബേസ്റ്റഡ് ഔട്ട്. അത്രേ ഉള്ളൂ. അതൊന്ന് ചൊല്ലി.
അടച്ചുറച്ച വീട്ടിനുള്ളിൽ ഒച്ചയെ തടങ്കലാക്കി ഉച്ചയും വെളിച്ചവും വിധിച്ചതല്ല എന്നു പ്രാഗി കാകനൊച്ച വെച്ച നേരം കാലു രണ്ടും ചക്രമാക്കി സ്വപ്നവും ഋതുക്കളും അടുപ്പിലിട്ട് ചാരമാക്കി തിളച്ചുയർന്നു പൊങ്ങി വന്ന പാലൊന്നു തുറിച്ചു നോക്കി പഴുത്ത തട്ടിൽ വെന്തു നീറുന്നൊരു ദോശ നോക്കി ഒച്ച വെച്ചു പാടി അവൾ ഓർത്തെടുത്തു പാടി പിന്നെ ആരു പെണ്ണിനെ അടുക്കളയ്ക്ക് കാവലാക്കി ആരു പെണ്ണാക്കിൽ ഞാണുകൾ വരിഞ്ഞു കെട്ടി പെണ്ണു പൊള്ളയെന്ന് നാടുറക്കിയേറ്റു പാടി പെണ്ണു പൊന്നെന്ന് പെണ്ണു മാത്രം ഓർത്തു പാടി. എത്ര എണ്ണം എഴുതിയിട്ടുണ്ട് അപ്പൊ? ഞാനൊരു കൊളാബറേഷൻസ്, അതായത് വേറെ ആർട്ടിസ്റ്റിന്റെ കൂടെയും കൊളാബറേറ്റ് ചെയ്യാറുണ്ട്. അപ്പൊ ഒരു 6 ട്രാക്ക് ഇപ്പോ ചെയ്തിട്ടുണ്ട്. തനിയെ എഴുതിയത് ഇത് മാത്ര? അല്ലല്ല, എഴുത്തെപ്പോഴും ഞാൻ തന്നെയാണ്, എന്റെ പോർഷൻ ഞാൻ തന്നെയാണ് എഴുതാ. ബാക്കി ആർട്ടിസ്റ്റ് അവരുടെ ചെയ്യും. റാപ്പ് എപ്പോഴും അങ്ങനെയാണ്, നമ്മള് എഴുതിയിട്ട് തന്നെയാണ് പെർഫോം ചെയ്യാം. അതാണ് അതിന്റെ ഒരു നമ്മളുടെ ഉള്ളിലുള്ള സംഘർഷങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ ഉള്ളിലുള്ള പറയാനുള്ള അതെ, അതിങ്ങനെ പൊട്ടി ഒഴുകണം. അപ്പൊ അത് നമുക്ക് തന്നെ എഴുതാൻ പറ്റുള്ളൂ. ബാക്കിയുള്ള ഞാൻ അത്രേ കിട്ടുള്ളൂ. പറയാൻ പറ്റില്ല. ചിലതൊക്കെ ഇങ്ങനെ എഴുതിയിട്ട് ചില കമേഴ്ഷ്യൽ യൂസിനൊക്കെ അവരെന്നെ കൊണ്ട് ജസ്റ്റ് റാപ്പ് ചെയ്യിപ്പിക്കാറുണ്ട്. സിംഗിങ് മാത്രം ചെയ്യിപ്പിക്കാറുണ്ട്. എന്റെ മിക്കവാറും ഞാൻ എല്ലാം ചെയ്യുന്നതുകൊണ്ട് മെലഡിയും റാപ്പും എല്ലാം കൂടിയുള്ള ഒരുമിച്ചാണ് പെർഫോം ചെയ്യാറ് പല സ്റ്റേജസിലും. അവർ ആവശ്യപ്പെടുകയാണെങ്കിൽ, റാപ്പിന് ഓഡിയൻസ് ഉണ്ടെങ്കിൽ അത് ചെയ്യും. കവിതകൾക്കായിട്ടും ഇതുപോലെ ഇപ്പം കവിതകൾക്ക് കവിതാ സദസ്സുകളിൽ വിളിക്കാറുണ്ട്. ഇങ്ങനെ ഞാൻ തന്നെ അത്ഭുതപ്പെട്ടു പോയി. ഞാൻ ഒരിക്കലും വിചാരിക്കാത്ത ഓരോരോ മേഖലകളിലാണ് ഞാൻ എനിക്ക് അറിഞ്ഞുകൂടാതെ എങ്ങനെയാണ്. ഞാനൊരു മെലഡി സിംഗർ ആയിരുന്നു കുറേ വർഷം. പിന്നെയാണ് റാപ്പ് വന്നത്, പിന്നെയാണ് കവിത. ഇപ്പൊ ഇവനുള്ള കൂടെയുള്ള ഇന്ററാക്ഷൻ കാരണമാണ് കവിതയിലേക്കും കഥയിലേക്കൊക്കെ വന്നത്. അപ്പോ സ്റ്റോറി ടെല്ലിംഗ് സെഷൻസിന് വിളിക്കും, കവിത അരങ്ങുകൾക്ക് വിളിക്കും. അപ്പൊ ഇതെല്ലാം ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കവിത ഒന്ന് വയലാറിന്റെ മഴവില്ല് എന്ന് പറഞ്ഞിട്ട് കവിതയുണ്ട്. മാനത്തെത്തിയ മഴവിൽ കൊടിയെ മായരുതേ നീ മായരുതേ, നീരത പാളികൾ തോളിലുയർത്തിയ നീല പീലിക്കാവടിയേ, നീല പീലിക്കാവടിയേ, ഇന്നലെ രാത്രിയിൽ വെൺതിങ്കൾ കല നിന്നു മയങ്ങിയ മലമുടിയിൽ, വരളും മണ്ണിനു ദാഹം തീർക്കാൻ വാർമഴവില്ലേ നീ വന്നു, വാർമഴവില്ലേ നീ വന്നു. സ്റ്റേജുകളിലേക്ക് പോകുമ്പോ അവിടെ ഏറ്റവും കൂടുതൽ ഇത്തരം പാട്ടുകൾ പാടണം എന്ന് ചിലര് സജസ്റ്റ് ചെയ്യുമല്ലോ. അത് ഏത് തരം പാട്ടുകളായിരുന്നു ഏറ്റവും കൂടുതൽ? ക്രൗഡ് അനുസരിച്ചിരിക്കും. ഇപ്പൊ നമ്മള് ഇപ്പോ വരുന്ന ആളുകളെ സദസ് ഒരു അടിച്ചു പൊളിക്കാനാണ് വരണമെങ്കിൽ അവരത് മാത്രമേ സജസ്റ്റ് ചെയ്യുള്ളൂ. എന്നുവെച്ചാ ആ ഒരു ഗ്രൂവി പാട്ടുകള്, അടിപൊളി പാട്ടുകള്, അതൊക്കെയാണ്. ബാക്കിയൊക്കെ മെലഡീസ് ഒക്കെ ആണെങ്കിൽ എനിക്ക് തോന്നുന്നു പഴയ പാട്ടുകളാണെങ്കിൽ ബാബുക്കയുടെ പാട്ടുകളാണ് ഏറ്റവും കൂടുതൽ റിക്വസ്റ്റ് വരണത്. താനേ തിരിഞ്ഞും മറിഞ്ഞും തൻ താമരമേത്തയിലുരുണ്ടും മയക്കം വരാതെ മാനത്തു കിടക്കുന്നു മധുമാസ സുന്ദര ചന്ദ്രരേഖ, താനേ തിരിഞ്ഞും മറിഞ്ഞും തൻ താമരമേത്തയിലുരുണ്ടും മയക്കം വരാതെ മാനത്തു കിടക്കുന്നു മധുമാസ സുന്ദര ചന്ദ്രരേഖ. ഫാമിലി അച്ഛനമ്മ അറിയാലോ, അച്ഛൻ പേര് കേട്ട ആണ്. അമ്മ ഞങ്ങളുടെ കാര്യങ്ങൾ ഭംഗിയായി നടത്തി. അമ്മയുടെ പിന്നെ ഒരു തിരുവാതിരക്കളി ഗ്രൂപ്പൊക്കെ ഉണ്ട്, അമ്മ അതിൽ പെർഫോം ചെയ്യുന്നു. പക്ഷെ അമ്മ പാട്ട് പാടുന്നു പറഞ്ഞിട്ട് ഞാൻ പാട്ടൊന്നും കേട്ടിട്ടില്ല. അമ്മ പാടും,
പക്ഷെ ഇപ്പൊ വീണ്ടും പാടി തുടങ്ങി. ഈ പറഞ്ഞ പോലെ അതെ. കല്യാണമൊക്കെ കഴിഞ്ഞ് പിന്നെ അച്ഛൻ ഫുൾ ടൈം പാടുന്നത് കൊണ്ടാണോ എന്ന് അറിഞ്ഞൂടാ. അമ്മ പിന്നെ പാടാറ്, എന്റെ അടുത്ത് പാടാറുണ്ട്, ആ. എല്ലാവരുടെയും മുമ്പിലൊന്നും അങ്ങനെ പാടാറില്ല. പക്ഷെ ഈയിടെ അമ്മയുടെ ഒരു എന്താ പറയാ കോളേജ് ഗ്രൂപ്പ് തുടങ്ങി. ആ. അപ്പോ അതില് എല്ലാവരും ഇങ്ങനെ പാടി തുടങ്ങി, പാടാനൊക്കെ പറഞ്ഞു തുടങ്ങിയപ്പോ പിന്നെ അമ്മയ്ക്ക് ധൈര്യമായി. അപ്പൊ അമ്മ പാടി പാടി തുടങ്ങി. തുടങ്ങി. അതെ, വീണ്ടും പാടുന്നുണ്ട്. ഹസ്ബൻഡ് ആനന്ദ് സിവിൽ സർവീസിലാണ്, നേവിയുടെ ഡെപ്യൂട്ടി ഫിനാൻഷ്യൽ അഡ്വൈസർ ആയിട്ട് വർക്ക് ചെയ്യുന്നു. ഞങ്ങൾ എറണാകുളത്താണ്. എറണാകുളത്താ താമസം. മോൻ സാരംഗ്, അവൻ 2.5 വയസ്സ്. ഓണക്കാലത്തിന്റെ എന്തെങ്കിലും ഓർമ്മകൾ ഉണ്ടോ? എങ്ങനെയൊക്കെയാണ് സ്കൂളിൽ പഠിക്കുമ്പോഴോ? സ്കൂളിൽ പഠിക്കുമ്പോ ഓണാഘോഷം, ഓണപ്പാട്ട് മത്സരങ്ങൾ, അതൊക്കെ അതൊക്കെയാണ്. നമ്മള് കുറേ പാട്ടുകൾ ഉണ്ടായിരുന്നു. ഉത്രാടപ്പൂവിളിയിൽ അതൊക്കെ ഗ്രൂപ്പ് സോങ് ആയിട്ട് പാടിയിരുന്നു. ഓണപ്പാട്ട് മത്സരം ഓണപ്പൂക്കള മത്സരമാണല്ലോ ഓണത്തിന് മെയിൻ ആയിട്ട് ഉണ്ടാവുക. അപ്പൊ അതിനുവേണ്ടി കുറെ ഓണപ്പാട്ടുകൾ പഠിച്ചിരുന്നു. പിന്നെ വീട്ടിലാണെങ്കിൽ ഓണ സദ്യ. സദ്യയൊക്കെ ഇഷ്ടമാണ്. സദ്യ, ഞാന് ഒരു സദ്യ ആരാധികയാണ്. അച്ഛന് ശരിക്കും തൃശ്ശൂർ സ്ലാങ്ങും എല്ലാം കൊണ്ട് നടക്കുന്നുണ്ട്. പക്ഷെ ഇന്ദുവിന് അത്ര ഒന്നും കിട്ടിയിട്ടില്ല. എന്റെ കൊറേയൊക്കെ അമ്മയുടെ ഇൻഫ്ലുവൻസ് ഉണ്ടാവും. അമ്മ പാലക്കാടാണല്ലോ. പാലക്കാട് ഒറ്റപ്പാലാണ്, അപ്പൊ ഒരു വള്ളുവനാടൻ സ്റ്റൈലുണ്ട്. പിന്നെ എങ്ങനെയാ ഞാൻ പഠിച്ചത്, കൊറേയൊക്കെ പഠിച്ച വർക്ക് ഇതൊക്കെ എറണാകുളത്താണ്, ഇപ്പോഴും എറണാകുളത്താണ്. ആ ഇൻഫ്ലുവൻസ് ഉണ്ടാവാം എനിക്ക്. പക്ഷെ നമുക്ക് തോന്നുന്നില്ലേ ഉള്ളൂ. നമ്മള് ക്യുസാറ്റില് ഞാൻ MBA ക്യുസാറ്റിൽ ചെയ്ത്, അവിടുത്തെ ഫ്രണ്ട്സ് എപ്പോഴും പറയും നീ ശരിക്കും തൃശ്ശൂർ ഭാഷയാണ്. അത് ശരി. അങ്ങനെയൊക്കെ കോളേജുകളിലും സ്കൂളുകളിലൊക്കെ ഇങ്ങനെ ഓണാഘോഷമൊക്കെ ഉണ്ടാവുന്ന സമയത്ത് ഓണപ്പാട്ടുകളൊക്കെ അവതരിപ്പിക്കില്ലേ? അപ്പൊ ഏറ്റവും നല്ലൊരു ഓണപ്പാട്ട് സ്കൂളില് പാടിയിരുന്ന പാടാം. ആവണിത്തുടി പൊൻതുടി കൊട്ടുന്നു അമ്മാനം കുന്നിൽ, ആവണിത്തുടി പൊൻതുടി കൊട്ടുന്നു അമ്മാനം കുന്നിൽ, കാവളം കിളിപ്പൂപ്പട കൂട്ടുന്നു അമ്മാനം കുന്നിൽ, ഓണത്തിൻ വില്ലുകുലയ്ക്കടി താമര പൂമകളെ, താളത്തിൽ തുള്ളിക്കളിക്കടി തങ്ക നീലാക്കതിരേ, തെയ്യാരം തേരേറി തെക്കന്നം കാറ്റേവാ, പുലരുളിയുടെ നിറപൊലിയായ ആവണിത്തുടി അമ്പിളിത്തുടി, ആവണിത്തുടി പൊൻതുടി കൊട്ടുന്നു അമ്മാനം കുന്നിൽ. സിനിമകളിൽ പാടി എന്ന് പറഞ്ഞല്ലോ. അപ്പൊ ഏതൊക്കെ സിനിമകളിലാണ്, ഏത് പാട്ടുകളൊക്കെയാ പാടിയിരിക്കുന്നത്? ഞാന് നേരത്തെ പറഞ്ഞ പോലെ 2014 ആദ്യം പാടി, അപ്പോത്തിക്കിരി എന്ന് പറഞ്ഞ ഫിലിമില്. പിന്നെ വിദ്യാസാഗർ സാറിന്റെ ഒരു പാട്ട് തമിഴിൽ പാടിയിട്ടുണ്ട്. പിന്നെ ശരത് സാറിന്റെ ഒരു പാട്ട് പാടി. ഏറ്റവും ലേറ്റസ്റ്റ് പാടിയത് സലാർ എന്ന് പറഞ്ഞ മൂവി, ഒരു മൾട്ടിലിംഗൽ മൂവിയാണ്. അതിന്റെ മലയാളത്തില് രവി ബസ്റൂട്ട് എന്ന് പറഞ്ഞ മ്യൂസിക് ഡയറക്ടറുടെ ഒരു പാട്ടാണ് പാടിയത്. ഒന്ന് പാടൂ, സലാറിലെ പാടാം. സൂര്യാംഗം ചിറകു തുന്നി സ്നേഹാർദ്രം മിഴികൾ ചിമ്മി, വന്നുവോ പീലി അഴകിൽ സാന്ധ്യമേഘം, പെയ്തുവോ മുല്ല മാമഴ ശ്യാമമേഘം, ആകാശപ്പിറവിയല്ലേ മുത്തീ മണ്ണിൽ മെല്ലെ, എൻ ഭാഗ്യ താരമേ നീ കനകമാകൂ, ഉള്ളം തൊടും കൺകനിയെ ഗാനമാകൂ. ഈ ഒരു കാലഘട്ടത്തിൽ വളർന്നു വരുന്ന യുവതലമുറകളുണ്ട്, അവരോട് എന്താണ് പറയാനുള്ളത്? അവരോട് എന്താ പറയാനുള്ളതെന്ന് ചോദിച്ചാൽ, വായിക്കുക. വായനയാണ്. ഞാൻ ഇടയ്ക്ക് നിന്നുപോയൊരു വായന റീസ്റ്റാർട്ട് ചെയ്തു. ഇപ്പം മോൻ കാരണമാണ് ഞാൻ അതൊക്കെ റീസ്റ്റാർട്ട് ചെയ്യണത്. അപ്പോൾ വായന ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. നമ്മൾ ഏത് ലാംഗ്വേജിലാണോ കംഫർട്ടബിൾ എന്ന് വെച്ചാൽ വായിക്കുക. വായിക്കുക, പാട്ടുകൾ കേൾക്കുക. പിന്നെന്താ പറയുക,
വായനയും പാട്ടും എനിക്ക് പറയാൻ പറ്റുക, എനിക്ക് ഇഷ്ടമുള്ളതും എനിക്ക് എൻ്റെ ലൈഫിൽ നമ്മൾ ലൈഫ് ലെസൺസ് എവിടെ നിന്നാണോ കിട്ടിയേ അതാണല്ലോ നമ്മൾ ബാക്കിയുള്ളവരോട് പറയുക. എനിക്ക് കിട്ടിയിരിക്കുന്നത് പാട്ടുകളിൽ നിന്നും വായനയിൽ നിന്നാണ്. പിന്നെ കൂടുതൽ ആളുകളായിട്ടുള്ള നമുക്ക് കിട്ടുന്ന അവസരങ്ങളൊക്കെ ഉപയോഗപ്പെടുത്തുക, വലിയ വലിയ ആളുകളായിട്ട് നോളജബിൾ ആയിട്ടുള്ള ആളുകളായിട്ട് സംസാരിക്കുക, ഇൻട്രാക്ട് ചെയ്യുക. ഇതൊക്കെ ചെയ്യുമ്പം ലൈഫ് ഒരു എന്താ പറയുക, നമുക്ക് ഹാപ്പിയായി കൊണ്ടുപോകാനുള്ള ടിപ്സ് ഇതൊക്കെയാണ്. വളരെ ഹാപ്പിയായി ഫാമിലിയൊക്കെ മുന്നോട്ട് കൊണ്ടുപോവുക. എവിടെയെങ്കിലുമൊക്കെ സ്റ്റേജിൽ പോയിട്ട് ഇങ്ങനെ പ്രോഗ്രാം ചെയ്യുന്ന സമയത്ത് മറക്കാനാവാത്ത എന്തെങ്കിലും ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ടോ? മറക്കാനാവാത്ത അനുഭവം എനിക്ക് ആക്ച്വലി സ്റ്റേജസിനേക്കാളും ഇപ്പം യൂട്യൂബ് കോമൻസ് ഒക്കെയാണ് കുറേ പേര് ഇങ്ങനെ നമ്മളിപ്പോൾ ഏറ്റവും കൂടുതൽ ഇന്ററാക്ട് ചെയ്യുന്നത് യൂട്യൂബിലും സോഷ്യൽ മീഡിയ ആയതുകൊണ്ട് തന്നെ യൂട്യൂബിലും ഫേസ്ബുക്കിലും ഒക്കെ വരുന്ന മെസ്സേജസ്, അതിൽ നിന്ന് നമ്മളെ ഫോൺ നമ്പർ എടുത്ത് വിളിക്കുക, അങ്ങനെയൊക്കെ ചെയ്യുന്ന കുറേ പേരുണ്ട്. ഇപ്പം റീസെന്റ് ആയിട്ട് ഒന്ന് രണ്ട് പേരിങ്ങനെ ഈ കവിതകള് ഇപ്പൊ കൂടുതൽ കേട്ടു തുടങ്ങി. കവിത കുട്ടികളുമായിട്ടുള്ള ഇന്ററാക്റ്റീവ് സെഷനിൽ കവിതകളെ കൂടി ഇൻക്ലൂഡ് ചെയ്ത് തുടങ്ങി. അങ്ങനെ പറഞ്ഞു ഒന്ന് രണ്ട് പേര് ഒന്ന് രണ്ടല്ല കുറേ പേര് പറയുന്നുണ്ട്. അതൊക്കെയാണ് നമ്മളെ പേർപ്പസ് ഓഫ് ലൈഫ് എന്ന് ഞാൻ വിചാരിക്കണം. അതെ, നമ്മൾ കാരണം നമ്മൾ അറിയാതെ നമ്മൾ ആരെങ്കിലും ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട് എന്നുള്ള ഒരു റിയലൈസേഷൻ ആണ് ഇപ്പം എൻ്റെ ഒരു ഹാപ്പി പിൽ ആയിട്ട് കൊണ്ടു നടക്കണം. ഇനിയും സ്വന്തമായിട്ട് എഴുതി നന്നായിട്ട് ചെയ്യണം എന്നുള്ള ആഗ്രഹമാണ് പാട്ടിൽ കൂടെ തന്നെ. അതെ, പാട്ട് തന്നെയാണ്, പാട്ടിൽ നിന്നുകൊണ്ട് തന്നെയാണ് നമ്മുടെ എല്ലാ പരിപാടികളും. അത് തന്നെയാണ് ആഗ്രഹം. ഒരുപാട് ഒരുപാട് അവസരങ്ങൾ, ദൈവാനുഗ്രഹം എല്ലാം ദൈവം തരട്ടെ. താങ്ക് യു. ഇത്രയും നേരം കലാരവത്തിലേക്ക് സമയം ചെലവാക്കിയതിന് ഒരുപാട് ഒരുപാട് താങ്ക് യു ഫോർ ദ ഓപ്പർച്യൂണിറ്റി.